ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിഷുവിൻ്റെ ദിവസം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് വിഷുക്കട്ട എന്ന് പറയണത്. അപ്പോൾ തൃശ്ശൂർ പലരും ഇത് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വിഷുക്കട്ടയുടെ കാര്യമൊക്കെ. അപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉണക്കല്ലരി അല്ലെങ്കിൽ പായസം റൈസ് എന്നൊക്കെ പറയും, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കല്ലരിയാണ് വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഉണക്കല്ലരി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പച്ചരി എടുക്കാം, വൈറ്റ് റൈസ് എടുക്കാം. വേറെ ഒറ്റ അരിയും നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് എടുക്കില്ല. അപ്പോൾ ഈ ഉണക്കല്ലരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഉണക്കല്ലരി ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു മുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ അരി ഒന്ന് കുതിർന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ പാലൊന്ന് എടുക്കണം. അപ്പം ഞാനിവിടെ 1.5 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തേങ്ങയും പിന്നെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചിരകി എടുത്തിട്ട് വരാം. ഇപ്പോൾ 1.5 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം, ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതേപോലെ പൊത്തി വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കട്ടി തേങ്ങാപ്പാൽ എടുക്കാനാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ നാളികേരം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതിൻ്റെ 1-ാം പാൽ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ 1-ാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ പീരയിലേക്ക് വീണ്ടും 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങയുടെ 2-ാം പാൽ എടുക്കണം. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്ത് 2-ാം പാൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം പോരാ, നമുക്ക് 2-ാം പാലിലാണ് നമ്മൾ അരി വേവിക്കണത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം പോരാ, നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മിക്സിയിൽ അടിക്കണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കൈ വെച്ച് തിരുമ്മിയിട്ട് പാലെടുത്താലും മതി. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണത്. അപ്പോൾ 2-ാം പാൽ എടുക്കാനായിട്ട് ഞാൻ മൊത്തം 4 ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് തേങ്ങയുടെ പീരയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ആദ്യം 2 ഗ്ലാസ് ഒഴിച്ച് അടിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ 2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ 2-ാം പാൽ പിഴിഞ്ഞെടുക്കണത്. അപ്പോൾ മൊത്തം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് ഈ 2-ാം പാൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 2-ാം പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 മണിക്കൂറാണ് അരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് ഇനി വെച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് അരി വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അരി ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ജീരകം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും ജീരകവും ചേർക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ വിഷുക്കട്ടയ്ക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചെറിയുള്ളിയും ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് നോക്കാം. ഇപ്പോൾ അരിയൊക്കെ ഇവിടെ 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികമാവാൻ പാടില്ല. ഉപ്പ് അധികമായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കഴിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അതിലെ 2ാം പാലൊന്ന് വറ്റട്ടെ. ഇപ്പോൾ 2ാം പാലൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ മൂടി വെക്കേണ്ട ആവശ്യമില്ല. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെക്കാണ്ട് ഇത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൽ 1ാം പാൽ വറ്റി വരണ വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് 1ാം പാലൊക്കെ വറ്റി വരണ വരയ്ക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 1ാം പാൽ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇത് പരത്തി വെച്ച് കൊടുക്കാം. പ്ലേറ്റിൽ ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിഷുക്കട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി ഇത് ചൂടാറി വരുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ വിഷുക്കട്ട കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. ഒരിക്കലെങ്കിലും ഈ വിഷുക്കട്ട ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പപ്പടമോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അത് നല്ല കട്ടി തേൻ പോലെ ശർക്കരയാക്കി എടുത്തിട്ട് അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ മാങ്ങാക്കറി കൂട്ടി കഴിക്കാം. മാങ്ങയും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള കറി കൂട്ടിയിട്ടും ഈ വിഷുക്കട്ട കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് താല്പര്യം അതിനനുസരിച്ച് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്സ്.